ആലുവിലെ ചൂണ്ടിയിൽ റോഡിലെ കുഴിയിൽ വീണ് ഇരുചക്ര യാത്രക്കാരന് പരിക്ക്. ആലുവ മൂന്നാർ റോഡിൽ ചൂണ്ടി ജംഗ്ഷനിലാണ് ഈ സംഭവം ഉണ്ടായത്. ദൃശ്യങ്ങളിലേക്ക്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായിട്ട്. വിഷ്ണു, രാത്രിയാണ് അല്ലേ? 10 മണിക്ക് ശേഷമാണ് അപകടമെന്ന് മനസ്സിലാക്കുന്നു. കാര്യമായ എന്തെങ്കിലും പരിക്കുണ്ടോ? ഇവിടുത്തെ കുഴികൾ അടയ്ക്കാൻ ഒരു നടപടിയും ഇല്ല എന്ന് നാട്ടുകാർ എന്തെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും വളരെയേറെ തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് ചൂണ്ടി ജംഗ്ഷൻ എന്ന് പറയുന്നത്. ആലുവയിൽ നിന്നും നമ്മൾ പെരുമ്പാവൂർ പോകുന്ന റോഡിന് മധ്യമായിട്ടുള്ളതാണ്. അതായത് മൂന്നാർക്കടക്കം പോകുന്ന പാതയാണ്. അതിൽ നിന്ന് രാജഗിരി ആശുപത്രി പോലുള്ള അവിടേക്ക് തിരിയുന്നത് എല്ലാം ഈ ഒരു പാതയിലാണുള്ളത്. അപ്പോൾ ചൂണ്ടി ജംഗ്ഷനിൽ തന്നെയാണ് ഈ വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. അത് കാരണം ഈ മഴ പെയ്തതോടുകൂടി ആ മഴവെള്ളമെല്ലാം കുഴിയിൽ വന്നടിഞ്ഞ് ഈ റോഡിലൂടെ പോകുന്നവർക്ക് കുഴി വ്യക്തമായി, പരിചയമില്ലാത്തവർക്ക് ആ കുഴി വ്യക്തമായി മനസ്സിലാവുകയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രി 10 മണിയോട് കൂടി ഒരു ബൈക്ക് യാത്രികാരൻ വരികയും ഈ കുഴിയിൽ അകപ്പെട്ട് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പകൽ നേരമാണെങ്കിൽ ധാരാളം വണ്ടികൾ കടന്നു പോകുന്ന ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ഈ രാത്രി ആയതിനാൽ തന്നെ ആ വണ്ടികളിലൊക്കെ ഒരു കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവന് കാര്യമായിട്ടുള്ളൊരു ആപത്ത് ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അത്തരം ഒരു വലിയ അപകടമായി മാറിയേനെ അതിൽ ഉണ്ടായിരുന്നില്ല. നിലവിൽ കാര്യമായിട്ടുള്ള പരിക്കുകൾ ഇല്ല എന്നുള്ളൊരു വിവരമാണ് കിട്ടിയത്. കൈയിനും കാലിനും ഉള്ള ചെറിയ മുറിവുകളും കാര്യങ്ങളും ഉള്ളപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടാൽ അറിയാം. ആളവിടെ വീണ് മാറിയിരുന്ന് പിന്നീട് ആളുകളൊക്കെ എത്തി വെള്ളം കൊടുത്ത് സമാധാനിപ്പിച്ച് വിടുന്ന ഒരു ദൃശ്യം നമുക്ക് ആ CCTVയിൽ തന്നെ കാണാൻ സാധിക്കും. ഏതായാലും ഈ കുഴികൾ ആ റോഡിൽ ഉടനീളമുണ്ട്. ഇപ്പോൾ മഴക്കാലമായതോടുകൂടി കൂടുതൽ പുതിയ കുഴികളും ഇവിടെ രൂപപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ വലിയൊരു അപകട ഭീഷണിയുണ്ട്. കാരണം ധാരാളം വാഹനങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്, പെരുമ്പാവൂരിലോട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പാതയാണ് ആലുവയിൽ നിന്നുള്ള. അപ്പോൾ നാട്ടുകാർക്ക് അത്തരം ഒരു ആക്ഷേപമുണ്ട്. കൂടാതെ സമീപത്ത് തന്നെ ഒരു തോടുണ്ട്. ആ തോട്ടിൽ നിന്നടക്കം മഴ പെയ്യുമ്പോൾ വെള്ളം ഈ കുഴിയിലോട്ട് റോഡിലോട്ട് പതിച്ച് ആ കുഴിയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്.